സല്യൂട്ട് സഹൃദയരെ. അഴിമതി പ്രോത്സാഹിപ്പിക്കുന്നതിൽ പൊതുജനങ്ങൾക്ക് എന്തുമാത്രം പങ്കുണ്ട് എന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഒരു കാര്യം പെട്ടെന്ന് നടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് താമസം വരാതെ, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വേഗം ശരിയാക്കി കൊണ്ടുപോകണം. കാരണം സമയം വളരെ പ്രധാനപ്പെട്ടതാണ് പലർക്കും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് പോയി കോണ്ടാക്ട് ചെയ്തിട്ട് പൈസ കൊടുത്ത്, കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുന്ന ജനങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ഇടയിൽ. ഒരു വസ്തുവിൻ്റെ കച്ചവടമോ അല്ലെങ്കിൽ ഒരു ബില്ല് പാസ്സാക്കി കിട്ടാനോ ഒരുപാട് കാശ് ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, അതിൽ നിന്ന് ഒരു റിട്ടേൺ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു പണി ചെയ്തിട്ട് അതിൻ്റെ പൈസ കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ അതിൽ നിന്നൊരു പങ്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കൊടുത്തിട്ട് അതൊന്ന് പെട്ടെന്ന് പൈസ പാസ്സാക്കി വാങ്ങാനായിട്ടുള്ള ഒരു വെപ്രാളം ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങോട്ട് കൊണ്ടുപോയി ചോദിച്ച് കാശ് കൊടുത്ത് ശരിയാക്കും. അപ്പോൾ ഇതിനായിട്ട് പ്രവർത്തിക്കുന്ന ഏജൻറ്റുമാരുണ്ട്. ഈ ഏജൻറ്റുമാരും ബിനാമിയും രണ്ടാണ്. ഏജന്റ് എന്ന് പറയുന്നത് ഒരു ഇടനിലക്കാരനായിട്ട് നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഒരു ഉദ്യോഗസ്ഥന് വേണ്ടിയിട്ട് ഒരു ഏജന്റ്, ഇപ്പോൾ RTO ഓഫീസുകളിലും അതുപോലെയുള്ള മറ്റ് പണ്ടൊക്കെ പാസ്പോർട്ട് ഓഫീസിൽ ഏജന്റുകൾ ഉണ്ടായിരുന്നു. കാരണം എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ആൾക്കാർക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ, പല ഓഫീസുകളിലും ഇതുപോലെ ഏജന്റുമാരുണ്ട്. അപ്പോൾ ആ ഏജന്റുമാരെ ഒഴിവാക്കാനായിട്ടാണ് അക്ഷയ സെൻറ്റർ പോലെയുള്ള കാര്യങ്ങൾ സർക്കാർ തുടങ്ങിയതെങ്കിലും ഇപ്പോഴും ഏജന്റുമാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരുടെ ഉപജീവന മാർഗ്ഗം അതാണ്. രജിസ്ട്രേഷൻ ഓഫീസുകളിൽ, അങ്ങനെ ഒരുപാട് സർക്കാർ ഓഫീസുകളിൽ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏജന്റുമാരും സർക്കാർ ഉദ്യോഗസ്ഥരും തമ്മിൽ വളരെ നല്ല ഒരു ബന്ധമാണ്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ട് വാങ്ങിക്കാതെ ഏജന്റ് വഴി വാങ്ങുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ ബിനാമി എന്ന് പറയുന്നത് വേറെയാണ്. ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി അയാളുടെ അനധികൃത സമ്പാദ്യം അയാളുടെ പേരിലാക്കി തൽക്കാലത്തേക്ക് സൂക്ഷിക്കുന്നു. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും വാർഷികമായിട്ട് ഒരു ആനുവൽ പ്രോപ്പർട്ടി റിട്ടേൺസ്, ഞങ്ങളുടെ വസ്തുവകകൾ സംബന്ധിച്ചിട്ടുള്ള വിവരം സർക്കാരിന് സമർപ്പിക്കണം. അപ്പോൾ അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു അന്വേഷണം നടത്തിയാൽ അതിൽ കൂടുതലായി തൻ്റെ പേരിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ വരാം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിനാമികളെ വെക്കുന്നത്. അത് ചിലപ്പോൾ സ്വന്തക്കാരായിരിക്കും, വളരെ വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കളായിരിക്കും. അപ്പോൾ ബിനാമിയും ഏജൻറ്റും തമ്മിൽ, ഇടനിലക്കാരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ സംഭവം എറണാകുളത്തെ കൊച്ചിൻ റിഫൈനറീസിലുണ്ടായ ഒരു സംഭവമാണ്. അവിടുത്തെ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം വളരെ വലിയ അഴിമതിക്കാരനാണ് എന്നുള്ളത് ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഏജന്റ് ഉണ്ട്. അപ്പോൾ ഈ ഏജന്റ് വഴിയാണ് അദ്ദേഹം എല്ലാ പൈസയും വാങ്ങിക്കൊണ്ടിരുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ ഏജന്റിലെ ഒബ്സർവേഷനിൽ വെച്ചുകൊണ്ടിരുന്നു. അവസാനം ഈ ഏജന്റിനെ ഞങ്ങൾ പിടിച്ചൊരു ദിവസം ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. ഈ ഉദ്യോഗസ്ഥൻ അറിഞ്ഞു. ഉദ്യോഗസ്ഥൻ അതിന് ശേഷം ഏജന്റിനെ ഒഴിവാക്കിക്കൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഞങ്ങൾക്ക് പിന്നീട് ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് മോശമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും കിട്ടിയില്ല. പക്ഷെ ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത് ഒരു ആൾ വന്നു. അയാൾ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറായിരുന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, ഈ കൊച്ചിൻ റിഫൈനറീസ് ഞാൻ കുറച്ച് നാളായിട്ട് കെട്ടിക്കൊണ്ടിരുന്ന സിവിൽ വർക്ക്, കുറേ സിവിൽ വർക്കുകൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസും പണിയും ഒക്കെ നടത്തണമല്ലോ. അപ്പോൾ അങ്ങനെ സിവിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു നല്ല ബില്ല്, 25-30 ലക്ഷം രൂപയുടെ ഒരു ബില്ല്, ആ ബില്ല് പാസ്സാക്കി തരണം എന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ തരണം എന്നുള്ള മട്ടിൽ ആ എഞ്ചിനീയർ സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ നോക്കി കണ്ടുവച്ചിരുന്ന അതേ ആളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമൊന്നും തോന്നിയില്ല. അയാൾ കൈക്കൂലി, ഇപ്പം ഒരു പുലി എന്ന് പറയുന്നതിൻ്റെ വരകൾ ഒരിക്കലും മായില്ല എന്ന് പറയും. ഇപ്പം ജന്മസിദ്ധമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അത് മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടൊരു കൈക്കൂലിക്കാരനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്കൊക്കെ ഒന്ന് പേടിച്ചൊക്കെ ഇരിക്കുമെങ്കിലും പിന്നീട് അത് എപ്പോഴെങ്കിലും പുറത്ത് വരും, ഒരു ആർത്തി വരും. അപ്പോൾ അതുകൊണ്ട് അയാൾ ഇങ്ങനെ ചോദിച്ചു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അയാളെ കൊണ്ട് ഫോൺ വിളിപ്പിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ, ഫോണിലൂടെ സംസാരിപ്പിച്ചിട്ട് അതിന് തെളിവുണ്ടാക്കി എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ സംസാരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊന്നും അയാൾ ഫോണിൽ കൂടെ സംസാരിക്കേണ്ട, നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, എനിക്ക് നേരിട്ട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ അയാൾ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ കെയർഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് പിടിക്കാനും പ്രയാസമാണ്. കാരണം നമുക്ക് പ്രീവിയസ് എവിഡൻസ് ഇല്ല. എന്നാലും ചോദിച്ചിരിക്കുന്ന എമൗണ്ട് വലുതാണ്. 25,000 രൂപയായിരുന്നു. അന്നത്തെ കാലത്ത് നല്ല സാമാന്യം നല്ല രൂപയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ബില്ല് ഒപ്പിട്ട് തരാമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ആ കോൺട്രാക്ടർ വന്ന് ഞങ്ങളോട് നിർബന്ധിച്ച് പറഞ്ഞു, ഞാൻ 25,000 രൂപ ചിലവാക്കാൻ തയ്യാറാണ്, അതെനിക്ക് തിരിച്ച് കിട്ടിയാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നല്ലൊരു കേസ് CBIക്ക് കിട്ടുമെന്നുള്ള അയാൾ വാഗ്ദാനം പറയുകയും അതനുസരിച്ച് ഞങ്ങളൊരു
ഒരു ട്രാപ്പ് പ്ലാൻ ചെയ്യുകയും ചെയ്തു. ട്രാപ്പ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 7 പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം കേസാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ FIR ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അത് ഡ്രാഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അത് സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രമേ അത് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ കൊടുക്കാറുള്ളൂ. സക്സസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ കൊടുക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു ഫെയിൽഡ് ട്രാപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യാറില്ല. അപ്പോൾ അത് ഞങ്ങളെല്ലാം ഡ്രാഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ച് വിറ്റ്നസസിനെയൊക്കെ വിളിച്ച് ഇന്ന സമയം ചെല്ലണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്ന സമയം 1 മണിയാണ്. 1 മണി അടുപ്പിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ട് പോയി. ഞാനും പോയി. ഞങ്ങളൊക്കെ പുറത്ത് നിന്നു. ഇൻസിഡൻറ്റ് ഓഫീസിൽ ഞങ്ങളൊക്കെ പറമ്പ് അവിടെയൊക്കെ ഇരുന്നു. ഞാൻ കാറിൽ തന്നെ ഇരുന്നു. ഞാൻ പുറത്ത് ഇറങ്ങിയില്ല. കാരണം എന്നെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ അറിയും. അതുമല്ല ഞാൻ ഈ ഏജൻറ്റിനെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലും ഏജൻറ്റ് എങ്ങാനും അവിടെ എങ്ങാനും നിൽപ്പുണ്ടെങ്കിൽ വിവരം പോകും. അത് ഞാൻ ഞങ്ങളുടെ പോലീസ് ബോർഡും ലൈറ്റും ഒന്നുമുള്ള കാറല്ല, സിവിൽ കാറാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ കാത്തിരുന്നു. ഇയാളുടെ ഷർട്ടിനകത്ത് ഞങ്ങൾ ബട്ടൺസിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെക്കോർഡിംഗ് ക്യാമറയാണ്. ഈ ക്യാമറ ഡിവൈസ് വെച്ച് സകല കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് കിട്ടും. അയാൾ മാത്രമേ കയറാൻ സമ്മതിക്കുകയുള്ളൂ, വേറെ ആരും കയറാൻ സമ്മതിക്കുകയില്ല. കോൺട്രാക്ടർ മാത്രം പോയി അയാൾ പൈസ കൊടുത്തു. ഓഫീസർ അത് വാങ്ങി എണ്ണി നോക്കി. എന്നിട്ട് അയാളുടെ ബ്രീഫ് കേസ് തുറന്ന് അതിനകത്ത് ഭദ്രമായിട്ട് വെച്ചു. ബ്രീഫ് കേസ് അടച്ചിട്ട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഓഫീസർ അത് വാങ്ങിച്ചത് എണ്ണി നോക്കിയപ്പോൾ അയാളുടെ കയ്യിൽ ആ ഫിനോഫ്തലിൻ പൊടി, ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നോട്ടുകളിൽ പുരട്ടിയിട്ടാണ് നമ്മൾ വിടുന്നത്. അപ്പോൾ ആ നോട്ടുകൾ ആ ഫിനോഫ്തലിൻ കൈ പറ്റിക്കഴിഞ്ഞാൽ ആ കൈ കാർബണേറ്റ് സൊല്യൂഷനിൽ മുക്കിക്കഴിഞ്ഞാൽ സൊല്യൂഷനും കൈയും ഒക്കെ ചുമന്ന കളർ, ഒരു പെർപ്പിളിഷ് ചുമന്ന കളറായിട്ട് മാറും. അപ്പോൾ ഈ കളർ എന്ന് പറയുന്നത് പെട്ടെന്ന് പോവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോയി പ്രൊഡ്യൂസ് ചെയ്താൽ അതാണ് വലിയ എവിഡൻസ്. അയാൾ രൂപ കൈകൊണ്ട് തൊട്ടു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആണ്. അപ്പോൾ അയാൾ പുറത്തിറങ്ങിയിട്ട് പുറത്ത് നിന്ന് ഉദ്യോഗസ്ഥരെ ഇങ്ങനെ അയാൾ സിഗ്നൽ കാണിച്ചു. അയാൾ പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് അയാളൊന്ന് ഒന്ന് കുടഞ്ഞിട്ട് അയാളിങ്ങനെ നെറ്റി ഇങ്ങനെ തുടച്ചിട്ട് അത് പിന്നെ മടക്കി അകത്ത് വെച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ, ഞാനില്ല, ഞങ്ങളുടെ ഓഫീസേഴ്സ് എല്ലാവരും കൂടെ അകത്തേക്ക് കയറി അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ ആരുമില്ല അതിനകത്ത്. ആ ഉദ്യോഗസ്ഥനെ, അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ കാണുന്നില്ല. അപ്പോൾ ബാത്റൂം തുറന്നു നോക്കി. ആ മുറിക്കകത്ത് വേറൊരു ചെറിയ വാതിലിൽ കൂടെ അദ്ദേഹത്തിൻ്റെ CA, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റോ പേഴ്സണൽ സ്റ്റാഫോ മറ്റോ ഇരിക്കുന്ന ഒരു ചെറിയ വാതിലുണ്ട്. അത് തുറന്നു നോക്കിയപ്പോൾ അവിടെ വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഉദ്യോഗസ്ഥൻ ഇതിലെ കൂടെ ഇറങ്ങിപ്പോയോ? അപ്പോൾ ഇല്ല ഇറങ്ങിപ്പോയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്ത് പറ്റി, അയാൾ എവിടെ പോയി കാണുമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ജനലിങ്ങനെ കർട്ടൻ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ജനലിൽ കൂടെ ചാടിപ്പോയോ എന്നൊരു സംശയം തോന്നി. ഇങ്ങനെ കർട്ടൻ മാറ്റിയപ്പോഴേക്കും ഒരു ജനലെന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വിൻഡോ എന്ന് പറയും. അതായത് താഴെ വരെയുള്ള ഒരു ഇതാണ്, അതിനകത്ത് അഴികളില്ല, അത് തുറക്കാൻ പറ്റും. അപ്പോൾ അത് തുറന്നാൽ അതിലെ കൂടെ, അപ്പോൾ അത് തുറന്ന് കിടക്കുന്നു, കർട്ടൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ ആ വാതിൽ തുറന്ന് കിടക്കുന്നു, അതിലൂടെ ആൾ പോയിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ബ്രീഫ് കേസും കാണാനില്ല. അപ്പോൾ അയാൾ പുറകിലത്തെ വശത്തൂടെ ഇറങ്ങി. അയാൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്തതാണോ, നേരത്തെ സസ്പിഷൻ തോന്നിയിട്ടോ വിവരം കിട്ടിയിട്ടോ ചെയ്തതാണോ എന്നൊന്നും അറിയില്ല. അയാൾ എന്തായാലും അതുവഴി ഇറങ്ങി ബ്രീഫ് കേസുമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു സാധാരണ ലഞ്ച് ബ്രേക്കാണ്, ചിലപ്പോൾ അദ്ദേഹം കാറ് പാർക്ക് ചെയ്യുന്നത് ആ സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു നീല മാരുതി കാറുണ്ട്. ആ കാർ അദ്ദേഹം പുറകിലുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ ചിലപ്പം ക്വാർട്ടേഴ്സിൽ പോകാനായിട്ട് ആ കാറിൽ കയറി ഇതുവഴി ഇറങ്ങി പോകാറുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ പോയതാണെന്ന് തോന്നുന്നു, വർക്കില്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു. ഞങ്ങൾ വേഗം ഓടി കാറിൻ്റെ നമ്പറൊക്കെ കളക്ട് ചെയ്ത് പോയി നോക്കി. ഞാനിങ്ങനെ മെസ്സേജൊക്കെ കൊടുത്തപ്പോൾ കാറ് പോയി, പുറകെ പോയി അയാളെ പിടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അയാളുടെ ക്വാർട്ടേഴ്സൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് സമയമെടുത്തു. ക്വാർട്ടേഴ്സിൽ പോയി അത് ചെന്ന് തട്ടി ബെല്ലൊക്കെ അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ഭാര്യയോ ആരോ വന്ന് തുറന്നു. അപ്പോൾ ചോദിച്ചു അയാൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നെന്തോ ഉച്ചയ്ക്ക് 2:30 മണിക്ക് എങ്ങാണ്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ നേരത്തെ വന്ന് ഊണ് കഴിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അയാളെ പോയി നോക്കിയപ്പോഴേക്കും അപ്പം ഞാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ നോക്കിയപ്പോഴേക്കും അയാൾ കൈയൊക്കെ കഴുകിയിട്ട് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക, സാമ്പാറും കൂട്ടിയിട്ട്. അപ്പോൾ കൈ മുഴുവൻ ചോറും സാമ്പാറും. അപ്പോൾ അന്ന് ബ്രീഫ് കേസ് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി ഇടിച്ച് കയറി ചെല്ലുവാണ്. അപ്പോൾ അവർ സമ്മതിക്കുന്നില്ല, എന്തോ ചെയ്യുന്നത് ഞങ്ങൾ CBI ഓഫീസേഴ്സാണ്, വാറണ്ട് ഇല്ലാതെ കയറാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. പക്ഷെ എന്നാലും ഞങ്ങൾ കയറി, ഞങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ഇയാൾ കൈക്കൂലി വാങ്ങിച്ചു. അപ്പോൾ കോൺട്രാക്ടറൊന്നും ഞങ്ങളുടെ കൂടെ വന്നില്ല, അയാൾക്ക് പേടിയാണ്. ട്രാപ്പ് ഫെയിൽ ആകും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ കോൺട്രാക്ടർ പതുക്കെ പുറകോട്ട് വലിഞ്ഞ് അയാൾ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന് അയാളങ്ങ് പോയി. ഞങ്ങൾ ഓഫീസേഴ്സ് മാത്രമാണ് അവിടെ ചെന്നത്. ബ്രീഫ് കേസ് തുറന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് രൂപയുണ്ട്. ഞാൻ അയാളോട് ചോദിച്ചു, പെട്ടിക്കകത്ത് നിങ്ങളുടെ കൈക്കൂലിയായിട്ട് വാങ്ങിച്ച രൂപയുണ്ട്, നിങ്ങളുടെ കൈ കൊണ്ട് വാങ്ങിക്കാതെ എങ്ങനെയാണ് അത് പെട്ടിക്കകത്ത് വരുന്നത്? നിങ്ങളുടെ സ്വന്തം പെട്ടിയല്ലേ? അയാൾ കൊടുത്തിട്ടുമുണ്ട്, അതിൻ്റെ റെക്കോർഡ് ചെയ്ത് ഞങ്ങളുടെ ക്യാമറ എവിഡൻസും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അറസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയപ്പോൾ അയാൾ വക്കീലിനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ പറയുന്നുണ്ട് അത് എൻ്റെ പെട്ടി എന്ന് പറയുന്നത്
ഞാൻ എപ്പോഴും എൻ്റെ ഓഫീസിൽ വെച്ചേക്കും. അത് ഞാൻ പൂട്ടാറൊന്നുമില്ല. ബ്രീഫ് കേസാണ്, അതിനകത്ത് കുറച്ച് ഡോക്യുമെന്റ്സും ഒക്കെ മാത്രമേ ഉള്ളൂ. എനിക്കെതിരെ പരാതി തന്നു എന്ന് പറയുന്ന കോൺട്രാക്ടർ മഹാകള്ളനാണ്. അയാൾ ശരിക്കും വർക്കൊന്നും ചെയ്യൂല. സിമെന്റിന്റെയും മെറ്റലിന്റെയും ഒക്കെ അനുപാതം വളരെ കുറച്ച്, വളരെ മോശമായിട്ട് ഇടിഞ്ഞു വീഴുന്ന മട്ടിലുള്ള വർക്കാണ് ചെയ്യുന്നത്. പെയിന്റ് ഒക്കെ വളരെ മോശം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ വർക്ക് നന്നായിട്ട് ചെയ്തിട്ട് ഞാൻ ബില്ല് പാസ്സാക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ വിരോധത്തിൽ അയാൾ എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ്. അല്ലാതെ ഞാൻ ഈ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഓഫീസിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങിയ സമയത്തോ അല്ലെങ്കിൽ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്ന മീറ്റിങ്ങിന് പോയ സമയത്തോ മറ്റോ അയാൾ മുറിക്കകത്ത് കയറി വന്ന് എൻ്റെ പെട്ടിക്കകത്ത് ഈ പൈസ വെച്ചിട്ടുണ്ടാവും. അതിൽ എനിക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല. എൻ്റെ പെട്ടിയിൽ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് അത് എൻ്റെ നേരെ വരുന്നില്ലല്ലോ എന്നുള്ള മട്ടിൽ അയാൾ സംസാരിച്ചു. അപ്പൊ അതും ഞങ്ങളെ കുറച്ച് കുഴക്കിയ. വാദിയുടെ ബട്ടൺ അതിനകത്തൊരു ക്യാമറ ഫിറ്റ് ചെയ്ത് ഞങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ഞാൻ വേഗം വിളിച്ച് ഓഫീസിൽ അന്വേഷിച്ചിട്ട് പറഞ്ഞു, ആ ക്യാമറ പരിശോധിച്ച് നോക്കാൻ, നിങ്ങൾ നമ്മൾ ക്ലിയർ എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാമല്ലോ. അതിനകത്ത് ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് നമുക്ക് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ നിർഭാഗ്യവശാൽ അന്നത്തെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ആ ക്യാമറ എന്ന് പറഞ്ഞ പുതിയതായിരുന്നു. എന്തോ വെച്ചതിൻ്റെയോ കണക്ഷൻ്റെയോ മറ്റോ കുഴപ്പം കൊണ്ട് ക്ലിയർ ആയിട്ട് പതിഞ്ഞില്ല. അതിനകത്ത് നിറയെ ഇങ്ങനെ സ്റ്റാറ്റിക് ഇങ്ങനെ വര വീണിട്ട് വളരെ മങ്ങിയ രീതിയിൽ ഒന്നും ക്ലിയർ അല്ല. അതിന് എവിഡൻസ് ആയിട്ട് കോടതി ഒരിക്കലും അംഗീകരിക്കില്ല. വേറൊരു കാര്യം ഞങ്ങൾ ചെയ്യാറുള്ളത്, ഇതുപോലെ ഫെയിൽഡ് ആയിട്ട് ഒരു ട്രാപ്പ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അയാളുടെ വീട് മൊത്തം അങ്ങ് പരിശോധിക്കും. അയാളുടെ പാസ്ബുക്കുകൾ, ചെക്ക് ബുക്കുകൾ, രേഖകൾ എല്ലാം എടുത്തിട്ട് അയാൾക്കെതിരെ ഒരു അനധികൃത സ്വത്ത് സമ്പാദ്യത്തിനെങ്കിലും കേസ് എടുക്കും. അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ ഈ ഒരാൾക്ക് ഒരു ഏജന്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു കേസും കിട്ടുമോ എന്നുള്ള നല്ല സംശയം ഉണ്ടായിരുന്നു. കെയർഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും സ്വന്തം വീട്ടിലെ ഈ കാര്യങ്ങളൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യതയില്ല. മറ്റുള്ളവരുടെ പേരിലൊക്കെ ആയിരിക്കും അഴിമതി പണം നിക്ഷേപിച്ചിരിക്കുക. പുറത്തിറങ്ങി ഞങ്ങളുടെ ഓഫീസേഴ്സ് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാറ് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് ഈ കാർ ഒന്ന് പരിശോധിക്കാം. കാരണം ഈ പൈസ കയ്യിൽ വെച്ച് തൊട്ട് എണ്ണി നോക്കിയിട്ടാണ് അയാൾ അകത്ത് വെച്ചത്. എന്നിട്ട് അയാൾ വേഗം പെട്ടിയെടുത്ത് പുറത്തിറങ്ങി കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് വന്നത്. അപ്പൊ എന്തായാലും അയാളുടെ കയ്യിൽ പറ്റിയിട്ടുണ്ടായിരുന്ന ഫിനോഫ്തലിൻ പൊടി കാറിന്റെ സ്റ്റിയറിംഗ് വീലിലും ഗിയറിലും പറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കാറിന്റെ സ്റ്റിയറിംഗ് വീലും ഗിയറും ഒന്ന് പരിശോധിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു പഞ്ഞിക്കകത്ത് കാർബണേറ്റ് സൊല്യൂഷൻ മുക്കിയിട്ട് അത് വെച്ച് സ്റ്റിയറിംഗ് തുടച്ച് നോക്കിയപ്പോൾ പഞ്ഞി ചുവപ്പ് കളറായി, ഗിയർ തുടച്ച് നോക്കിയപ്പോൾ ഗിയറും ചുവപ്പ് കളറായി. ആ ഒരു തെളിവിന്റെ പുറത്ത് ഞങ്ങൾക്ക് അയാളെ ധൈര്യപൂർവ്വം അറസ്റ്റ് ചെയ്യാനായി. അയാളെ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ കൊണ്ടുപോയി 15 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു, ജയിലിൽ പോയി. അതിനുശേഷം കേസ് ശിക്ഷിച്ചപ്പോൾ അയാൾക്ക് 7 വർഷത്തെ തടവ് കിട്ടി. അതോടൊപ്പം അയാളുടെ ജോലിയും നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു വ്യക്തി എന്തുമാത്രം ശ്രദ്ധയോടുകൂടി ഒളിച്ച് രഹസ്യമായി ഏജന്റിനെയും ബിനാമിയെയൊക്കെ വെച്ചുകൊണ്ട് അഴിമതി കാണിച്ചാലും പിടിക്കേണ്ട അവസരം വന്നു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ അയാൾ തീർച്ചയായിട്ടും പിടിക്കപ്പെടും എന്ന് തെളിയിച്ചു തന്ന ഒരു സംഭവമായിരുന്നു ഇത്. ഇതേപ്പറ്റി ഞാൻ പലപ്പോഴും ആ ഒരു രീതിയിൽ ഓർക്കാറുണ്ട്. സസ്നേഹം, ശ്രീലേഖ.